എല്ലാ കൂട്ടുകാർക്കും ജാനീസ് ഫാന്റസിയിലേക്ക് സ്വാഗതം. ഇന്നൊരു മലബാർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കിളിക്കൂട് അല്ലെങ്കിൽ സേമിയ കട്ട്ലേറ്റ്. ഞാൻ വെജിറ്റബിൾ കിളിക്കൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞത്, പിന്നെ നമ്മുടെ സാധാരണ മസാലകള് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചുടച്ചെടുത്തത്, പിന്നെ സേമിയ, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തത്, പിന്നെ ആവശ്യത്തിന് എണ്ണ. നമുക്ക് ഫ്രൈ ചെയ്യാനും വേണം എണ്ണ, അതുപോലെ തന്നെ മസാല റെഡിയാക്കാനും കുറച്ച് എണ്ണ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ കനം കുറഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ വഴട്ടിയെടുക്കാം. ഇപ്പൊ നിങ്ങൾക്കത് കാണാം, നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ മുട്ടക്കറിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന അതേ ഒരു മസാലയാണ് നമ്മൾ ഇത് കിളിക്കൂട് ഉണ്ടാക്കാനും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. കൂടെ തന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. കിളിക്കൂടിലേക്കുള്ള മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ മസാലയൊന്ന് നമുക്ക് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മസാല ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി കിളിക്കൂട് റെഡിയാക്കാം. ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കിടക്കുക. ആദ്യം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം മൈദയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ മൈദയിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. മൈദയിൽ ഇട്ടതിന് ശേഷം നമുക്കിത് സേമിയ കൊണ്ട് മൂടാം. ഞാൻ മൈദയിൽ ഉപയോഗിച്ച കൈയും കൂടെ ഒന്ന് തുടച്ചിട്ടാണ് 2 കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നത്. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ സേമിയ പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് മാക്സിമം നല്ലതുപോലെ സമയം എടുത്തൊന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ കിളികളുടെ കൂടിന്റെ ഒരു ചെറിയ ഷേപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കിളിക്കൂടെന്ന് പറയുന്നത്. സേമിയ കട്ട്ലറ്റ് എന്നും പറയും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് പതിയെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. കുറെയൊക്കെ സേമിയ അതിനകത്ത് വീണു പോവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇപ്പൊ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു മുട്ടയുടെ ഷേപ്പിലാക്കി ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ജാനിസ് ഫാന്റസി.